ആ മുന്നിൽ കൂടി തന്നെ വാ. അല്ലേ ഇത് കട്ടിക്ക് നേരെ കയറ്റായിരിക്കും. ആ കുഴപ്പമില്ല, ഞാൻ കട്ട് ചെയ്യാം. വേറെ ഞാൻ ഇത് ഇപ്പൊ ചെയ്ത വീഡിയോ ഒന്നും കട്ട് ചെയ്യാതെ കയറ്റിക്ക, കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ നമ്മള് കാളികാവിലെ ഹിമ കെയർ സന്ദർശിച്ച് വന്നു. ഇത് 10th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസ് ആണുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ഈ വർഷം ഈ ക്യാമ്പസിൽ നിന്ന് വിട പറയുന്ന 40 കുട്ടികളാണ്. എന്തായാലും ഈ അവസരത്തിൽ നല്ല സന്തോഷമുണ്ട്, പക്ഷെ സങ്കടമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇവർ പിരിഞ്ഞു പോകുന്നില്ല. ഇതുപോലത്തെ ഒരു ബാച്ച് ഇതിന് മുന്നേ നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ എല്ലാ വർഷവും എല്ലാ പ്രിൻസിപ്പൽമാരും എല്ലാ ടീച്ചർമാരും പറയുന്ന ഏകദേശം ഡയലോഗ് ഇതാണ്: നിങ്ങളെപ്പോലെ കുട്ടികളെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത്. ശരിക്കും ഇത് അങ്ങനെയല്ല, ഇതുപോലത്തെ കുട്ടികളെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ശരിക്കും സത്യസന്ധന്മാരായിട്ടുള്ള കുട്ടികളാണ്. പിന്നെ നല്ല ഒബീഡിയൻ്റ് ആണ്. ഇവരെ പ്രത്യേകതകൾ കുറച്ചെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതാണ്ടാവും. സത്യസന്ധന്മാരാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വര വരച്ചാൽ അതിൻ്റെ അപ്പുറത്ത് വേറെ വരക്കാൻ നിൽക്കില്ല. എല്ലാവരും കറക്റ്റായിട്ട് അതിന് അനുസരിച്ച് നല്ല കുട്ടികളായിരുന്നു. ശരിക്കും നമ്മൾ ഇപ്പോൾ നിലവിലുള്ള എല്ലാ കുട്ടികൾക്കും മാതൃകാപരമായിട്ടുള്ള കുറേ കുട്ടികൾ ഇതിനകത്തുണ്ട്. പിന്നെ മൊത്തത്തിൽ ഈ ബാച്ച് ഒരു മാതൃകയാണ്. കാരണം എന്താ വെച്ചാൽ ടീച്ചർമാർ പറഞ്ഞ നന്നായിട്ട് അനുസരിക്കുക എന്നുള്ളത് എല്ലാ ടീച്ചർമാരും പറയുന്ന ഒരു കാര്യമാണ്. സ്റ്റാഫ് മീറ്റിങ്ങിലൊക്കെ 10ാം ക്ലാസ് വരെ കണ്ടുപഠിക്കണം, അവരെ പോലെ ആവണം, അങ്ങനെ. പ്രത്യേകിച്ച് ഇപ്പോൾ ആനുവൽ ഡേ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പ്രോഗ്രാമിനൊക്കെ ചില ലിമിറ്റേഷൻ നമ്മൾ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട്. ഇത്തവണ അതുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സ്ക്രീനിങ് ഒക്കെ നടക്കുമ്പോഴും വളരെ നല്ല കുട്ടികളായിട്ട് നിങ്ങൾ എന്താ പറയണോ അത് ഞങ്ങൾ കളിച്ചോളാം, എന്താ പറയണം അതേപോലെ ഞങ്ങൾ കോസ്റ്റ്യൂം ചെയ്യുക എന്നൊക്കെ പറയുന്ന നല്ല കുട്ടികളാണ്. എന്തായാലും അവരെ ഭാവിയിൽ നല്ല ഭാവി ഉണ്ടാവട്ടെ. നല്ല എക്സാമൊക്കെ നന്നായിട്ട് February 15 അവർ എക്സാം എഴുതാൻ പോകണം. അപ്പോൾ ഇന്ന് രാവിലെ അസ്ലം സാറുടെ ഒരു സെഷനും മോട്ടിവേഷൻ സെഷനും, അപ്പോൾ അതിലൊക്കെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഹിമ കെയറിൽ പോയിട്ട് കുറച്ച് ഉപ്പമാരും ഉമ്മമാരെ കണ്ട് അവരെ ബ്ലെസ്സിങ്സ് വാങ്ങി അതിലും ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്. നാളെ മുതൽ ഇവർ ക്യാമ്പസിൽ ഇല്ല എന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ശൂന്യത ഉണ്ട്. ആ ക്ലാസ്സിൽ വേറെ കുട്ടികളൊക്കെ വരും അല്ല, പക്ഷെ നിങ്ങളെ പോലത്തെ കുട്ടികൾ അവിടെ ഉണ്ടാവില്ല, നിങ്ങളുണ്ടാവില്ലല്ലോ. ആ ഒരു സങ്കടമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയാനുള്ളത്? ഇപ്പോൾ എന്താ തോന്നുന്നത്? സന്തോഷമാണോ, റിലാക്സ് ആണോ, സങ്കടമാണോ? വാട്ട് യു ഫീൽ റൈദേ? എന്താ തോന്നുന്നത്? എന്തൊക്കെ ഒരു ഫീലിംഗ്. നിങ്ങളിപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ March 17 ഒരു എക്സാം പോയി. മോസ്റ്റ് പ്രോബബ്ലി ബൈ ജൂണിലൊക്കെ നിങ്ങളുടെ റിസൾട്ട് മെയിലൊക്കെ വന്ന് ജൂണിൽ നമ്മൾ ചെറിയൊരു പ്രോഗ്രാമൊക്കെ വെക്കും. അതിനുശേഷം നിങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഒരു പക്ഷേ നിങ്ങളെ നെക്സ്റ്റ് ആനുവൽ ഡേക്കൊക്കെ വരാം. പക്ഷേ ഈ വർഷം ആനുവൽ ഡേക്ക് യൂണിഫോം ഇടാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പല ആൾക്കാർക്കും പല കുട്ടികൾക്കും ഉണ്ടായിരുന്നു. നമ്മളത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇനി നിങ്ങൾ ആനുവൽ ഡേക്ക് നമ്മുടെ സ്കൂളിലേക്ക് വരുന്നത് പൂർവ്വ വിദ്യാർത്ഥികളായിട്ടാണ്. വിലാസിനിമേന അവിടെ ഒരു രജിസ്റ്റർ ഉണ്ടാകും, അവിടെ നിങ്ങൾ പേര് എഴുതിയിട്ട് വേണം കയറാൻ. പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ഫ്രീഡം അല്ലേ, നമ്മളെ സ്കൂള്, ആ ഒരു ഫീല് ഉണ്ടാവില്ല. നിങ്ങൾ അനുഭവിക്കാൻ പോകണുള്ളൂ അല്ലേ. എന്തായാലും എക്സാമിൻ്റെയൊക്കെ പ്രിപ്പറേഷനൊക്കെ എല്ലാവരും ഓക്കെ അല്ലേ? മൊത്തത്തിൽ നിങ്ങൾ 12 വർഷം പഠിച്ച ആൾക്കാർ ഇവിടെ ഉണ്ട്. LKG മുതലേ പഠിച്ച എത്ര പേരുണ്ട്? കുറേ ആൾക്കാരുണ്ട്. LKG മുതൽ സഹിക്കാൻ തുടങ്ങിയതാണ്. ഇനി ഇവിടെ രാത്രി കണ്ടിട്ട് ഞാൻ താല്പര്യമുള്ളവരുണ്ടോ? അവസാനിക്കുകയാണ്. ഇല്ല, ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ആദ്യം ടീച്ചർമാരെ കുറിച്ച് എന്താണ് പറയും? അഫ്ഷീൻ എന്താണ്? അഫ്ഷീന് മൈക്ക് കൊടുത്ത മൈക്ക്. ആ ടീച്ചർമാരൊക്കെ അടിപൊളിയായി. ടീച്ചർമാരൊക്കെ നമ്മളെ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ ഭയങ്കര സപ്പോർട്ടീവ് ചെയ്ത് നമ്മളെല്ല മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ എക്സാമിന് വേണ്ടി എല്ലാവർക്കും പ്രിപ്പയർ ചെയ്തു. അതുപോലെ ടീച്ചർമാരൊക്കെ നല്ലൊരു നമ്മളെ എക്സാമിന് വേണ്ടി ഇപ്പോൾ നമ്മളെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പിന്നെ ടീച്ചർമാരെ ഫ്രണ്ട്സിൽ നമ്മളെപ്പോൾ ഡൗട്ടുകളൊക്കെ ചോദിച്ചാലും ഏത് സമയം ചോദിച്ചാലും എത്ര ഓലെ തിരക്കുള്ള ഇടയിലൊക്കെ നമുക്ക് വേണ്ടി ഓലെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ഒഴിവാക്കി വെച്ച് നമുക്ക് നമ്മളെ ഡൗട്ടുകളൊക്കെ റിയൽ ചെയ്താൽ നമുക്ക് ടീച്ചർമാർ നല്ല സപ്പോർട്ടീവാണ്. വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും? നിങ്ങൾ എന്താണ് അനിമി, വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ ക്യാമ്പസ് ആൻഡ് ദ സ്കൂൾ? സ്കൂളും ക്യാമ്പസൊക്കെ അടിപൊളി തന്നെയാണ്. പത്തച്ച് പറയാനൊക്കെ അടിപൊളി. ഞങ്ങളെ സ്കൂളൊന്നുമില്ല, ഞങ്ങൾക്ക് തന്നെ അറിയില്ല, അടിപൊളിയാണ്. അത് ഏതായാലും ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്കൂളിനെ കുറിച്ചൊരു റിവ്യൂ പറയാമെന്നുള്ളതല്ല നമ്മളെ ഉദ്ദേശം. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നൊരു ഫീലിങ്സ് അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഡിസിഷൻ ടുഡേ? വിട്ടുപോയി ഭയങ്കര സങ്കടമുണ്ട്. +1 +2 ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആലോചിച്ചിരുന്നു, ആഗ്രഹിച്ചു, പക്ഷെ ഇല്ലല്ലോ. ഇൻഷാ അല്ലാഹ്.
We are thinking about it. Anyway. So anyway, all the best, all team. നമ്മുടെ ഹെഡ് ബോയ് ഹെഡ് ഗേൾ അല്ലേ, ഇലക്ഷൻ അങ്ങനെ ഒരുപാട് നമ്മൾ മെമ്മറിയിലേക്ക് പോകുമ്പോൾ നിങ്ങളെ ഓർമ്മയിൽ ഏറ്റവും തങ്ങിയിരിക്കുന്ന കുറച്ച് അവിടെ ഓർമ്മയിൽ തങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഞങ്ങളെ ബാച്ചിൽ ഏറ്റവും ലക്കുള്ള ബാച്ച്. കാരണം 5th ഫസ്റ്റ് ടൂർ ഞങ്ങൾക്ക്, 7th ഫസ്റ്റ് ക്യാമ്പ് നമുക്ക്, ഫസ്റ്റ് 2 day ട്രിപ്പ്, 8th വന്നൊക്കെ ഞങ്ങൾക്ക്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് കളർഫുൾ ആനുവൽ ഡേ അടിപൊളിയായിരുന്നു. ട്രെയിൻ ഞങ്ങള് മിക്ക ആൾക്കാരും ട്രെയിനിൽ വരാണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ട്രിവാൻഡ്രത്തെ ട്രിപ്പിലൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ടൈം ട്രെയിൻ. ഓക്കെ, സോ there was a train journey. Last year we went to ട്രിവാൻഡ്രം. Yes, very good. അടിപൊളി. ഓക്കെ. യെസ്. ഇവിടെ പിന്നെ ഭാവിയിൽ ടീച്ചർമാരായിട്ട് വരാൻ ആർക്കെങ്കിലും ബാക്കിയാണ്? വെറുതെ അങ്ങനെ താല്പര്യമില്ല, ടീച്ചിങ് ഫീൽഡിലേക്ക് ആരും പോകാൻ സാധ്യത? ഞങ്ങൾ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയാണ് വരച്ച, ടീച്ചിങ് ഫീൽഡിൽ വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഞാൻ വേറൊരു ഓപ്പൺ ആയിട്ടൊരു ചോദ്യം ചോദിക്കാം. ഇത് ഇപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ മാത്രമല്ല, ടീച്ചേഴ്സ് ആർ ഫേസിങ് മെനി പ്രോബ്ലംസ് ബിക്കോസ് ആഫ്റ്റർ ദി പോപ്പുലാരിറ്റി ഓഫ് AI ടെക്നോളജി, AI ആൻഡ് ഓൺലൈൻ ക്ലാസ്സസ്, എവറിത്തിങ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കുറയുന്നുണ്ട് എന്നുള്ള, ഡിഡ് യു ഫീൽ ലൈക്ക് ദാറ്റ്? ടീച്ചേഴ്സിൻ്റെ ടീച്ചേഴ്സ് ഉണ്ട്, പക്ഷേ അങ്ങനെ ഒരു ചർച്ച വരുന്നില്ലേ? നമുക്കൊക്കെ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് വരാൻ പറ്റും, അല്ലെങ്കിൽ ഒരുപാട് ടൂൾസുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ, സപ്പോർട്ടിങ് സിസ്റ്റം, നോട്ടാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഗൈഡൻസ് കിട്ടുന്ന അത്ര ഇത് സുഖം കിട്ടില്ലല്ലോ ഓൺലൈൻ ആണെങ്കിലും. ഓക്കെ, സോ യു സ്റ്റിൽ അഗ്രി ദാറ്റ് ടീച്ചേഴ്സ് ആർ നീഡഡ് ഇൻ യുവർ ലൈഫ്? ഓക്കെ. നിങ്ങൾ ഹോളിഡേയ്സ് എൻജോയ് ചെയ്യാറുണ്ടോ? ലൈക്ക് അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലാവുന്ന സമയത്തൊക്കെ ഹോളിഡേയ്സ് ഇങ്ങനെ കിട്ടാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും. പക്ഷെ കമ്പാരിറ്റീവ് വലിയ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഹോളിഡേയ്സ് കുറയണമെന്നാണോ ആഗ്രഹം ഉണ്ടായിരുന്നത്? എന്തായിരുന്നു കാരണം? ഹോളിഡേ കിട്ടിയാൽ ഞങ്ങൾക്ക് ടൈമിൽ പഠിക്കാനൊക്കെ, ഹോളിഡേ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ചും കൂടി മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റും, ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ നജാത്തിൽ നിങ്ങളുടെ ഓരോ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ വന്നതിന് ശേഷമുള്ള കുറേ മാറ്റങ്ങൾ, അതിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ പരമായിട്ട് ആർ യു ഹാപ്പി? ഓക്കെ, ഫൈൻ. ഇനി എന്താണ് ഇപ്പോൾ നെക്സ്റ്റ് ഇയർ പുതിയ 10th ക്ലാസ് വരുന്നു, അപ്പോൾ അവർ ഈ ദേ വിൽ സ്റ്റാർട്ട് ദെയർ ഫസ്റ്റ്. ഞങ്ങൾ പോകണിയൊന്നും വേണ്ട. Not by the infrastructure, but you are leaving by this 17, but the next 10th standard, their examination has already started today, I think, 9th standard, and they will have their classes will be commencing on this February last week. February 20 on they'll start the classes for 10th standard. So as an advice for them or the teachers? അവർക്ക് മോർണിംഗ് ക്ലാസ് ഈവനിങ് ക്ലാസ് കുറച്ച് നേരത്തെ തുടങ്ങാം. ഈ ലാസ്റ്റ് ടൈം ആകുമ്പോൾ കുറച്ചവർക്ക് റിലാക്സേഷൻ കൊടുക്കണം. ലാസ്റ്റ് ടൈമിൽ ഈവനിങ് ക്ലാസ് സ്പെഷ്യൽ ക്ലാസ് വെക്കുന്നതിന് പകരം ഏർലി തന്നെ നേരത്തെ ഫസ്റ്റ് ടൈമിൽ തന്നെ ഓക്കെ. So very good review. So we will try to follow that from your suggestions and advice. Okay. Other than that, any other suggestions? Did you get chances for participating in the art sports annual day like that? മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ 10th കുട്ടികൾക്ക് പരിപാടികളിൽ നിന്നൊക്കെ അല്ലേ ഇത് എക്സ്ക്ലൂഡഡ് ആവാൻ ശ്രമിക്കും, അല്ലെങ്കിൽ പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും നമുക്ക് കൂടുതൽ അതിനെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. 10th ക്ലാസ് വരെ ഒഴിവാക്കിയിട്ടുള്ളൊരു പ്ലാനായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മളിപ്രാവശ്യം നിങ്ങൾക്ക് എന്താ തോന്നി? ഇഷ്ടം പോലെ പരിപാടി ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം തോന്നിയിട്ടുണ്ടോ? അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പഠനത്തിൽ മിസ്സിങ് എന്തെങ്കിലും തോന്നിയത്? അത് തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് തെളിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. കാരണം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. നിങ്ങൾ ഭയങ്കര ഫ്രീ എൻജോയ് ചെയ്തു, പക്ഷെ അത് മാർക്കിൽ പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊരു എവിഡൻസ് ആണ്, പ്രൂവ് ചെയ്യാൻ പറ്റും ദിസ് ഇയർ ഓൺവേർഡ്. സോ ദേ ഗോട്ട് ഇനഫ് ചാൻസസ് ഹിയർ, ദേ എൻജോയ്ഡ് ഇറ്റ്, ദേ എക്സ്പീരിയൻസ് എവറിത്തിങ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ദേ എക്സെൽഡ് ഇൻ ദി എക്സാമിനേഷൻ ആൾസോ. ഓക്കെ, എനിവേ അപ്പോൾ കൺഗ്രാജുലേഷൻ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഈ 40 പേരുടെ ഈ ഒരു കൂട്ടം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ കണ്ടെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാനാണെന്ന് എപ്പോൾ വിളിച്ചാലും എല്ലാവരും 40 പേര്. ഇപ്പം ഇന്ന് ഈ പ്രോഗ്രാമിന് ഇനി ആകെ 10-14 ദിവസമുള്ള എക്സാമിന്, എന്നാൽ പോലും നമ്മൾ